ടൈൽസിന്റെ മനോഹരമായ ലോകത്തേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് AV മാർബിൾസ് കൊല്ലം. ഇന്ന് നമ്മുടെ ടോപ്പിക് സിറ്റ് ഔട്ടിന് വേണ്ടിയിട്ട് ഗ്രാനൈറ്റിന് പകരം എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ സെലക്ഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം സജിയാണ്. സജി ഇതിനു മുമ്പും നമ്മുടെ കൂടെ പല എപ്പിസോഡ്സിൽ സഹകരിച്ചിട്ടുണ്ട്. ഇന്നും സജിയുടെ എക്സ്പേർട്ട് അഡ്വൈസുമായിട്ട് നമ്മളോടൊപ്പം ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. വെൽക്കം സജി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കജാരിയ വിട്രോനൈറ്റ് സ്ലാബ്സ് എങ്ങനെ സിറ്റ് ഔട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ സിറ്റ് ഔട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൽ അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബെറ്റർ ഓപ്ഷൻ ആണെങ്കിൽ അതെങ്ങനെയാണ് എന്ന് നമുക്കിന്ന് സജി പറഞ്ഞു തരും. ഇതിനോടൊപ്പം തന്നെ കിച്ചണിലേക്കുള്ള പുതിയ ഡെവലപ്മെൻറ്റ്സും വിട്രോനൈറ്റിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ആദ്യത്തെ കാര്യം ഇതാണ്. കാരണം വിട്രോനൈറ്റ് സ്ലാബ് ഇപ്പം കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമാണ്. വിട്രോനൈറ്റ് സ്ലാബ്സിൻ്റെ സെയിൽ എല്ലാ മാസവും കൂടി വരികയാണ്. വിട്രോനൈറ്റ് സ്ലാബ്സ് എന്ന് പറയുന്നത് കജാരിയുടെ വിട്രോനൈറ്റ് ഡിവിഷൻ്റെ അല്ലെങ്കിൽ വിട്രിഫൈഡ് ഡിവിഷൻ്റെ 15 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള സ്ലാബ്സ് ആണ്. ഇത് കിച്ചണിലേക്കാണ് കൂടുതലും പോകുന്നതെങ്കിലും ഇപ്പം ഈ ഇടയ്ക്ക് ഇത് സിറ്റ് ഔട്ടിനും വേണ്ടിയിട്ടും ഗ്രാനൈറ്റിന് പകരമായിട്ട് പോയി തുടങ്ങി. അപ്പം എനിക്ക് സജി ആദ്യം ചോദിക്കേണ്ടത്, ഇതിനകത്ത് ഈ ഒരു ടൈല്, ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഡയന മാർബിളിൻ്റെ പ്രിൻ്റ് ഉള്ള ഈ ടൈൽ ആക്ച്വലി ഒരു GVT ടൈലാണ്. അപ്പം വിട്രോനൈറ്റ് സ്ലാബ്സിൽ 2 ടൈപ്പ് ഉണ്ട്. GVT സ്ലാബ്സും ഉണ്ട്, ഫുൾ ബോഡി സ്ലാബ്സും ഉണ്ട്. ഞങ്ങളുടെ ഇപ്പം കളക്ഷനിൽ ഇരിക്കുന്ന 16ഓളം ഐറ്റത്തിൽ ഒരു 2-3 ഐറ്റം മാത്രമേ ഉള്ളൂ GVT ആയിട്ടുള്ളത്. അപ്പോൾ ഈ GVT ഇനീഷ്യലി ഇത് തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ ടോട്ടൽ കളക്ഷൻ GVT ആയിരുന്നു, ഫുൾ ബോഡി അല്ല ആദ്യം ഇറക്കിയത്. പക്ഷേ പിന്നെ ഞങ്ങൾ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാൻ തുടങ്ങി. അതായത് GVT സ്ലാബ്സ് 15 mm തിക്നെസ് ഉണ്ടെങ്കിലും ഇത് കിച്ചണിൽ വിരിക്കാൻ, കിച്ചണിന്റെ സിങ്കിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഹോള് കട്ട് ചെയ്യുമ്പം ഈ സ്ലാബ് ചിമ്മിപ്പോവും, അത് ചിമ്മി ഒടിഞ്ഞങ്ങ് പോകും ആ സൈഡിൽ നിന്ന്. അപ്പം എല്ലാ ഇടത്തും സംഭവിക്കത്തില്ല, പക്ഷെ മിക്കയിടത്തും അത് സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ പതുക്കെ ഞങ്ങൾ GVT സ്ലാബ്സ് കിച്ചണിന് ഇപ്പം കൊടുക്കാറില്ല, മെയിൻ ഫ്ലോറിങ്ങിന് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഈ കിച്ചൺ സിങ്ക് കട്ട് ചെയ്യാൻ എന്ത് പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, അത് പൊട്ടി പോകാതിരിക്കുക അല്ലെ ചിമ്മി പോകാതിരിക്കാൻ? ഇത് 2 കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ഈ സ്ലാബിന് നമ്മളൊരു 60 സെന്റിമീറ്ററിലാണെങ്കിൽ ഒരു സാൻഡ്, നമ്മൾ സാൻഡ് ഫ്ലോറിൽ ആദ്യം ലേ ചെയ്യാം. ഫ്ലോറിൽ ലേ ചെയ്ത് ആദ്യം ഒരു സാൻഡ് ബെഡ് ഉണ്ടാക്കണം. അതെ, ഒരു പ്രതലം കറക്റ്റ് ആയിരിക്കണം, 0 ഡിഗ്രി ലെവലിൽ പ്രതലം കറക്റ്റ് ആയിരിക്കണം. ആ പ്രതലത്തിന്റെ മേളിലോട്ട് ഇതിനെ എടുത്ത് കടത്തുക. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമുക്ക് വേണ്ട എത്ര ആണോ സൈസ്, സിങ്കിന്റെ സൈസ് അല്ല, സിങ്കിന്റെ അല്ല, ആദ്യം വീതിയിലെ സൈസ് ആദ്യം കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടാണ് പിന്നെ സിങ്കിലേക്ക് നമ്മൾ കട്ടിങ്ങിന് പോകുന്നത്. സിംഗിൾ കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ചെറിയ സൈസ് സിങ്കിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 18-16 സൈസ്. 18-16 സൈസ് നമ്മൾ ഈ സിങ്കിനുള്ളിൽ നിന്ന് വെട്ടി മാറ്റുന്നത്. ഇത് വെട്ടി മാറ്റുമ്പോൾ ഇതിനകത്ത് പല പ്രശ്നങ്ങളും വരാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് 60 സെന്റിമീറ്ററിന്റെ ഒരു സ്ലാബാണ് നമ്മൾ ഇതിനകത്ത് ഈ 18-16 വെട്ടിക്കഴിഞ്ഞാൽ ആകെപ്പാട് നമുക്ക് മൊത്തത്തിൽ ടോട്ടലി 15 സെന്റിമീറ്ററിന്റെ ഒരു സ്കെയിലാണ് വരുന്നത്. അപ്പൊ ആ 15 സെന്റിമീറ്റർ 2 സൈഡിലായിട്ട് നമ്മൾ കളയേണ്ടി വരും. ഈ 15 സെന്റിമീറ്റർ 2 സൈഡിലായിട്ട് കളയുമ്പോഴേക്കും ഇതിന്റെ ഈ കട്ടിങ് നടക്കുന്ന സ്ഥലത്ത് തന്നെ, അതും ഈ ബേസൻ കട്ട് ചെയ്യുന്നതും സാൻഡിൽ തന്നെ ആയിരിക്കണം കട്ട് ചെയ്യുന്നത്. ആദ്യം കോർണർ കട്ട് ചെയ്യുക. കോർണർ L ഷേപ്പിൽ കോർണർ മാത്രം കട്ട് ചെയ്ത് നിർത്തുക. 4 കോർണറും L ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം മാത്രമേ ഇതിനെ കണക്ട് ചെയ്യാവൂ. മനസ്സിലായി? എങ്കിൽ മാത്രമേ ഇത് പൊട്ടാതിരിക്കുള്ളൂ. മനസ്സിലായി. ഇത് അപ്പോഴും സംഭവം ഓൾറെഡി കട്ടിങ്, അപ്പം നമ്മുടെ എങ്ങും ബ്രേക്ക് പോകത്തില്ല. കാര്യം കോർണർ കട്ടായി കഴിഞ്ഞു. പിന്നെ ഇതിനെ കൊണ്ട് ഓരോ ജോയിന്റ് കൊണ്ട് കട്ട് ചെയ്ത് കണക്ട് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ബേസിക്. പിന്നെ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് കൊണ്ടിട്ടിട്ട് ഈ നമ്മൾ സെറ്റ് ചെയ്തിടം വരെ കുഴപ്പം കാണത്തില്ല. സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പം ഒരു ഹൗസ് വാമിങ്ങിന്റെ ഒരു ടൈമിലൊക്കെ ആയിരിക്കും ആരെങ്കിലും ഇതിന്റെ മേളിലൊരു വെയിറ്റ് കൊടുത്താൽ, കാര്യം ഇവിടുത്തെ സ്ട്രെങ്ത് കുറയും തോറും പൊട്ടാനുള്ള ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിനടിയിൽ പ്രൊട്ടക്ഷൻ നമ്മൾ കൂടുതൽ കൊടുത്തുകൊണ്ടേയിരിക്കണം. അത് ഇന്റീരിയർ ചെയ്യുന്നവരോട് ക്ലയന്റ് പറഞ്ഞത് ചെയ്യിക്കുക, നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കാണ് സാറിന് ചെയ്തത്. പക്ഷേ GVT ആയതുകൊണ്ട് മറ്റേ ഫുൾ ബോഡിയുടെ അത്രയും ഒരു കട്ടി കിട്ടത്തില്ല. അപ്പൊ ബ്ലേഡിങ് നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും തോറും സിമ്മൽ ഒരു ചെറിയ ടിക്കുന്ന സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. അങ്ങനെ അവിടെ വെച്ച് വിട്ടിട്ടുണ്ടാവും, ചിമ്മായിട്ടുണ്ടാവും. പക്ഷേ അത് ഫുൾ ബോഡിയിൽ ഒരിക്കലും സംഭവിക്കാറില്ല. ഫുൾ ബോഡിയിൽ നമ്മൾ ഈ സാൻഡിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് എങ്കിൽ, പക്ഷേ വളരെ ചെറിയ സ്കെയിൽ ആണെങ്കിലും ഫുൾ ബോഡിയിൽ വെട്ടിയെടുക്കാൻ പറ്റും. ഫുൾ ബോഡിയിൽ GVT അത് പാടായിരിക്കും, സ്വല്പം സ്കിൽ വേണം. അതിന്റെ ഏറ്റവും ആദ്യത്തെ സ്കില്ലാണ്, അതായത് ഒരു
സിങ്ക് കട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഫുൾ ലൈൻ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാതെ ആദ്യം എൽ ഷേപ്പിൽ ആദ്യം 4 കോർണറുകൾ മാത്രം എൽ ഷേപ്പിൽ കട്ട് ചെയ്ത് നിർത്തിയിട്ട് പിന്നെ അതിനുശേഷം ഇതിനെ അതിനുശേഷം കട്ട് ചെയ്യേണ്ട അടുത്ത ഈ 4 കോർണറും കട്ടായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട പോർഷൻ എന്ന് പറഞ്ഞാൽ എവിടെ വീതി കുറയുന്ന പോർഷൻ ആണോ അവിടെ കൊണ്ട് ആദ്യം കണക്ട് ചെയ്യുക. പിന്നെ ഉള്ളു വീതി കൂടിയ സാധനം കണക്ട് ചെയ്യാൻ പറ്റും. കാര്യം ലോഡ് എങ്ങനെ ഏത് ബാലൻസിൽ നിൽക്കുന്നതനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ കട്ടിങ് പോകുന്നത്. എവിടെങ്കിലും ലോഡ് കൂടുതൽ കണ്ടാൽ അവിടെ കൊണ്ട് ഓടിക്കും. പക്ഷേ ഈ വലിയ സ്ലാബ്സുകൾ പണ്ട് അല്ലെ പലകയുടെ അല്ലെ പുറത്തിട്ട് കട്ട് ചെയ്യുന്ന വൈബ്രേഷൻ കൊണ്ട് ഇത് പൊട്ടിപ്പോകും. അത് ഉറപ്പായിട്ടും പൊട്ടും. കാര്യം പറഞ്ഞാൽ ഇതെന്ന് പക്ഷെ ഇതിപ്പം വളരെ കുറച്ച് കസ്റ്റമേഴ്സിനെ ഉള്ളു ഇപ്പം ഈ കിച്ചണിൽ പ്രിന്റ് വേണമെന്ന് നിർബന്ധം. പക്ഷെ ഇപ്പം കൂടുതലും പ്ലെയിൻ കളേഴ്സ്, ഇതുപോലത്തെ പ്ലെയിൻ കളേഴ്സ് ആണ് എല്ലാവരും ഫുൾ ബോഡി സജസ്റ്റ് ചെയ്യുന്നത്. ഫുൾ ബോഡി എടുക്കാൻ നമ്മൾ കൂടുതലും പറയുന്നത് എന്താ വെച്ചാൽ, ഫുൾ ബോഡി ആകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ എഡ്ജ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അതിന്റെ എഡ്ജിലും കിട്ടും. നമുക്ക് യാതൊരുവിധ പ്രശ്നവും പറ്റില്ല. നേരെ പക്ഷേ ജീവിതത്തിൽ വരുമ്പോഴത്തേക്ക് ഇത് 2 കളറായിട്ട് ഫീൽ ചെയ്യും. അത് ഒരിക്കലും നമുക്ക് ഇതിനെ ഡിസൈനും ബേസ് കളറും അപ്പൊ ഇതിനെ ഒരിക്കലും നമുക്ക് എഡ്ജിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് ഒരു വ്യത്യസ്തമായി തന്നെ നിൽക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് ഒരു അഭംഗി ഫീൽ ചെയ്യും, കൂടുതൽ അഭംഗി ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇതിന് ഫുൾ ബോഡി വെട്രിഫൈഡിന്. ഇന്ന് നമ്മുടെ കിച്ചൺ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കിച്ചണിൽ നമ്മൾ വീണ്ടും വരാം. പക്ഷെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റ് സിറ്റ് ഔട്ടിന് വേണ്ടിയിട്ട് ശോഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ഈ സിറ്റ് ഔട്ട് ഇടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? സിറ്റ് ഔട്ടിന്റെ 2 കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒരു കാലഘട്ടം വരെ നമ്മൾ ഗ്രാനൈറ്റിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രാനൈറ്റിലാണ് നമ്മൾ ഈ സിറ്റ് ഔട്ടിന്റെ സ്റ്റെപ്പുകൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഒരു വീടിന്റെ 2 സ്റ്റെപ്പും 3ാമത് ചവിട്ടുന്നത് ലാൻഡിങ്ങും ആയിരിക്കും. ഈ ലാൻഡിങ്ങിന് ഒരു ബോർഡർ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം മിക്ക വീടുകൾ നമ്മൾ നോക്കി കാണാം ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഫ്ലോറിംഗ് വന്നതിന് ശേഷം ഒരു ബ്ലാക്ക് ബോർഡർ ആയിരിക്കും വരുന്നത്. അതിന്റെ ഈ വൈറ്റ് കളറിൽ കിടക്കുന്ന അതേ സാധനം തന്നെ ആയിരിക്കും ഇതിന്റെ റേസറിന് കൊടുക്കുന്നത്. അപ്പൊ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പോകുമായിരുന്നു. സ്റ്റാൻഡേർഡ് ആയിരുന്നു ഒരു കാലഘട്ടം വരെ. ഇപ്പോഴും അങ്ങനെ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത സമയം തൊട്ട് കുറെ ട്രെൻഡ് മാറുന്നുണ്ട്. എന്തുവെന്ന് വെച്ചാല്, ഈ വെയിൽ, നമ്മുടെ കാലാവസ്ഥ മാറി നല്ല ചൂടാ. അപ്പൊ ഈ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നതോറും ഈ ഗ്രാനൈറ്റിന്റെ കളർ ഡിഫറൻസ് വരാൻ തുടങ്ങി. ഒരു നരക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാര്യം നമ്മൾ സൺലൈറ്റ് ഫേസ് ചെയ്യുന്ന സിറ്റൗട്ടുകളിൽ ഈ ഗ്രാനൈറ്റ് നരച്ചു പോകുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്ക വീടുകളും കിഴക്കോട്ടുള്ള ദർശനമായിട്ടൊക്കെ നിൽക്കുന്ന വീടുകളാവുന്നുണ്ട്. ഈ സൂര്യന്റെ പ്രകാശം രാവിലത്തെ നല്ല അതിഭയങ്കരമായി ചൂടായി കഴിക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ ഇത് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്പോഴാന്ന് വെച്ചാല്, നമ്മൾ ഇട്ട് ആ വീടിന്റെ ആദ്യത്തെ ടൈമിലുള്ള ഒരു ഫോട്ടോയും അല്ലെങ്കിൽ ആദ്യത്തെ എടുത്ത് ചെയ്ത ഒരു വർക്കിന്റെ ആ ഒരു പീസും നമ്മളത് കഴിഞ്ഞൊരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഒരു പീസുമായിട്ട് അടുത്തടുത്ത് വെച്ച് നോക്കിയാൽ മാത്രമേ, അത് എസ്പെഷ്യലി ഇതുപോലത്തെ കളേഴ്സ്, അതായത് ഡാർക്ക് ബ്ലാക്ക് കളർ ഒക്കെ വരുവാണെങ്കിൽ ഗ്രാനൈറ്റ് ആണെങ്കിൽ അറിയാം. അത് പെട്ടെന്ന് അറിയാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു അന്ന് ഉപയോഗിച്ച ഒരു പീസ് എവിടെയെങ്കിലും മൂലയിൽ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാരിയ പീസ് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഈ ഇട്ടിരിക്കുന്ന സ്റ്റെപ്പുമായിട്ട് ചേർത്ത് വെച്ചിരിക്കുമ്പോൾ ഭയങ്കരമായ ഗ്രാനൈറ്റ് സ്റ്റെപ്സിന്റെ അത് അറിയാൻ പറ്റും. ഗ്രാനൈറ്റിന്റെ ഒരു കേസ് എനിക്കിപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ, നല്ല ബ്ലാക്ക് ഗ്രാനൈറ്റിന് ഇപ്പം 300 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. 300 മുതൽ 700 രൂപയാണ് ഒറിജിനൽ ബ്ലാക്ക് പോലത്തെ സാധനത്തിനൊക്കെ 700 രൂപ വലിയ സൈസ്. പക്ഷെ അതിനെക്കാട്ടിലും അതിന്റെ 4 വിലയുള്ളു ഇപ്പൊ ഈ പ്രൊഡക്ട്സിന്. പക്ഷെ ഇതിനകത്ത് മങ്ങൽ വരാൻ സാധ്യത കുറവാണ്. ഇല്ല, മങ്ങൽ വരില്ല. ഇതിനകത്ത് മങ്ങൽ വരില്ല എന്ന് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഇതിന് ഗ്ലോസി ഫിനിഷ് എന്ന് പറഞ്ഞാൽ മറ്റേ സ്റ്റോൺ കണക്കല്ല. ഇത് ഹൈടെക് മെഷീനും നല്ല ഹൈ ക്വാളിറ്റി കെമിക്കൽസും ആണ്. അതാണ് അതുകൊണ്ടൊരു ഗുണം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇട്ട് വരുന്ന ഫ്ലോർ, ചിലർക്ക് ഒരു ആഗ്രഹമുണ്ട് ഇട്ട് വന്ന് അതേ തന്നെ സ്റ്റെപ്പിൽ ഇറങ്ങി പോകണം, അതിന് വേറൊരു കളറേ അവിടെ വേണ്ട എന്നുള്ള കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിലോട്ട് നമ്മളിപ്പോ ഒരു ബീജ് ഷെയ്ഡിലാണ് ഒരു മെറ്റീരിയലാണ് നമ്മൾ ടൈലായിട്ട് നമ്മൾ ഫ്ലോറിന് യൂസ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ അതേ ഫ്ലോറിന് തന്നെ ഒരു ബീജ് ഷെയ്ഡിലാണ് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് എഡ്ജിൽ 15 mm തിക്നെസ് മസ്റ്റായിട്ട്. ഈ ടൈല് കൊണ്ടുവന്ന് ഇറക്കിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ടൈലിന് 9 mm തിക്നെസ്. ഈ 9 mm വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് സാധനം വീണാൽ അപ്പോഴത് പൊട്ടും. അപ്പം അത് നമ്മുടെ ഫ്രണ്ടിലാവുമ്പോൾ പെട്ടെന്ന് മിക്ക വീട്ടിലും കാണാം. ചില പണ്ടൊക്കെ ടൈലുകൾ ഇട്ടിരിക്കുന്ന സ്റ്റെപ്പ് ഇട്ട വീടുകളിൽ കാണാം ഒരു റൗണ്ട് ആയിട്ട് എഡ്ജ് ഇത് പറഞ്ഞു പോകുന്നത്, പൊട്ടിപ്പോകുന്നതാണ്. പക്ഷെ അത് അപ്പോൾ അത് വർക്കേഴ്സിന്റെ കുഴപ്പമില്ല. സംഭവം എന്താ വെച്ചാൽ, എന്തെങ്കിലും ഒരു നിശ്ചിത വെയിറ്റ് ഉള്ള സാധനം ആ എഡ്ജിൽ വീണാൽ ഉറപ്പായിട്ട് അത് പൊട്ടിയിരിക്കും. അത് യാതൊരു മാറ്റവും ഇല്ല. അപ്പം 15 തിക്നെസ്സുള്ള മെറ്റീരിയൽ ആകുമ്പോൾ നമുക്ക് ഗ്രാനൈറ്റിന് തുല്യം തന്നെ സാധനം. ഇത് നമുക്ക് വരുമ്പോൾ കളർ ഇവർക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് കിട്ടും. ഏത് കളറിലും കിട്ടും നമുക്ക്. ഇപ്പൊ നമുക്ക് ബ്രൗൺ ഉണ്ട്,
ഗ്രേ ഉണ്ട്. അപ്പൊ ഇത് സജീവ് പറയുന്ന വെച്ചാൽ ഇപ്പൊ ടൈൽ ഇടാൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിറ്റ് ഔട്ടിൽ റൂമിലിട്ട് ടൈൽ തന്നെ കൊണ്ടുവന്നിട്ട് പക്ഷേ ഈ വെട്രോണൈറ്റിൽ നിന്ന് നമുക്ക് അതിനോട് ചേരുന്ന കളറിലെ ഒരു സ്ലാബ് എടുത്ത് നമുക്ക് ബോർഡറും സ്റ്റെപ്പും അത് തന്നെ ചെയ്യാം. അപ്പൊ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം ഒറ്റ മെറ്റീരിയലായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ ഒരു യൂണിഫോം ആയിട്ട് കിടക്കും. ഒരു സിറ്റ് ഔട്ട് കാണുമ്പോൾ അതിന്റെ യൂണിഫോം ഫീൽ ആയിരിക്കും, ഒരു എക്സിക്യൂട്ടീവ് ലുക്കും അതിനൊരു ഫീൽ കിട്ടും. അപ്പൊ അത് ഒരു വേറൊരു ഭംഗിയാണ്. ഈ ഗ്രാനൈറ്റിൽ നിന്ന് ആൾക്കാർ പതിയെ മാറിക്കൊണ്ട് പോകുന്നതിന്റെ ഒരു മെയിൻ കാര്യം ഇതാണ്. കാര്യം മങ്ങൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം പഴയ കാലത്തിൽ നിന്നും ചൂട് കൂടുതലായി. അപ്പൊ ആ ചൂട് കൂടുന്നതനുസരിച്ച് നമുക്ക് പിന്നെ ഗ്രാനൈറ്റിന്റെ പ്രോസസിംഗ് ഇപ്പൊ വളരെ ചീപ്പായി. ഒന്നെങ്കിൽ ഗ്രാനൈറ്റ് ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്, പക്ഷെ അത് 300 മുതൽ 700 റേഞ്ച് ആവും. അല്ലെങ്കിൽ ഈ 300 താഴോട്ടുള്ള എല്ലാം ഞാൻ പറഞ്ഞില്ല, നോർമലി നമ്മൾ ഇന്ന് ആൾക്കാർ ഇടുന്ന ഒരു ഗ്രാനൈറ്റിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഗാലക്സി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്പോട്ട് വരുന്നത് ഗാലക്സി ബ്ലാക്കുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഗാലക്സി ബ്ലാക്ക് ഒക്കെ ഒരു പരിധി വരെയുള്ള അതിന്റെ ചൂടിനെ ഇത് പിടിച്ചു നിർത്തുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഇത് മങ്ങി തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കും. ഈ മങ്ങി തുടങ്ങി കഴിഞ്ഞാൽ അതൊരു കാലപരിധി കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സംഭവമുണ്ട്. പക്ഷെ ഇത് ലൈഫ് ലോങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതേ ഫിനിഷിൽ ഈ സാധനം കിടക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അത് ഒരു അത്യാവശ്യമായ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ എഡ്ജിന്റെ കാര്യത്തിൽ ഗ്രാനൈറ്റിന് അതേ തിക്നെസ് തന്നെ എഡ്ജ് കിട്ടും. ഫുൾ ബോഡി ആകുമ്പോൾ പോളിഷിംഗിലും നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ പോകും. നമുക്ക് യാതൊരു വിധ ഈ GVT അല്ല, ഫുൾ ബോഡി തന്നെയാണ് ഉപയോഗിക്കണമെന്നായിരിക്കും ഞാൻ പറഞ്ഞത്. ഈ ഇടയ്ക്ക് ഈ ഒരു സ്ലാബ് ഇപ്പൊ ഇത് ഗാലക്സി ബ്രൗൺ ആണ്. ഈ സ്ലാബ് ഈ ഇടയ്ക്ക് ഒരുപാട് സിറ്റ് ഔട്ടിന് എടുക്കപ്പെട്ടു. പക്ഷെ അതേപോലെ ഈ ഒരു മെറ്റീരിയൽ ടെറാസോ വൈറ്റ് ഇത് ഹാളിലേക്കും ഒരുപാട് സെലക്ട് ചെയ്യപ്പെടുന്നു. കാരണം ഇതിന്റെ ഭംഗി കണ്ടവർ അത് അവർക്ക് ഇത് മതി, അല്ല ഇത് ഇതിനപ്പുറത്തോട്ട് അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പോയിന്റ് വരും. അപ്പം ഈ സിറ്റ് ഔട്ടിൽ അതായത് സിറ്റ് ഔട്ടിന്റെ വേറെ ടൈൽ കൊണ്ടുവരാതെ സിറ്റ് ഔട്ടിൽ മെയിൻ ടൈലായിട്ട് ഇത് യൂസ് ചെയ്ത് കുട്ടിച്ച എന്തോ അഭിപ്രായം? ഈ ബ്ലാക്ക് എന്ന് പറയുന്ന സംഭവത്തിനോട് ഒരു നെഗറ്റീവ് കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ബ്ലാക്കിനോട്. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല ബ്ലാക്ക്. അപ്പൊ അതൊരു പ്രശ്നമാണ്. അപ്പൊ ചില ആൾക്കാർ പറയും ബ്ലാക്ക് നമുക്ക് വേണ്ട, മറ്റേത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമറോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഓപ്ഷൻ ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. ഇത് വെച്ച് തന്നെ നമുക്ക് സിറ്റ് ഔട്ട്, സ്റ്റെപ്പ്, റേസർ, സ്കേട്ടിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യം. അപ്പൊ സ്കേട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സിറ്റ് ഔട്ടിൽ വളരെ ചെറിയൊരു സ്പേസിലായിരിക്കും സ്കേട്ടിംഗ് വരുന്നത്. ആ സ്കേട്ടിംഗിന്റെ എഡ്ജ് വരെ നമുക്ക് പോളിഷ് ചെയ്ത് വിടാം. ഗ്രാനൈറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ടെറാസോ വൈറ്റ് എന്ന് പറഞ്ഞ ഈ മെറ്റീരിയൽ ടെറാസോ ആയാലും ഇപ്പൊ അതെന്ന് പറയാൻ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്, കാരണം നല്ല ബ്രൈറ്റ്നസ് ആയിരിക്കും. അപ്പം നമ്മളെ ചില വീടുകളുടെ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ 2 സൈഡിലുള്ള ഭിത്തികളുണ്ട്. കാരണം ഈ വെളിച്ചം കയറി വരാനുള്ള സ്പേസ് വളരെ ചെറുതായിരിക്കും. അങ്ങനെയുള്ള സ്പേസിലേക്ക് നമ്മൾ വൈറ്റിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം. കാര്യം അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സന്ധ്യ മയങ്ങുന്ന ഒരു സമയമായാൽ പോലും നമുക്ക് വെട്ടം നമ്മുടെ സിറ്റ് ഔട്ട് നല്ലതായിട്ട് കിട്ടും. നല്ല ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു സിറ്റ് ഔട്ട്. ഗ്രാനൈറ്റിൽ ഈ വൈറ്റ് ഷെയ്ഡ് കിട്ടത്തില്ല. ഗ്രാനൈറ്റിൽ ഒരിക്കലും കിട്ടില്ല. ഗ്രാനൈറ്റിൽ വരുന്ന വൈറ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നാച്ചുറൽ വൈറ്റ് അല്ല. നാച്ചുറൽ ആയിട്ട് അല്ല. അതുമല്ല അത് വെള്ളം കുടിക്കുകയും ചെയ്യും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്രാനൈറ്റ് പീസ് കട്ട് ചെയ്ത് വെള്ളത്തിലോട്ട് കഴിഞ്ഞാൽ അത് ഈർപ്പം വരാതെ നിൽക്കുന്നത്. പഴയ മാർബിളുകളുടെ ഒരു ഇതിലോട്ട് വരുന്ന ഒരു ഇതാണ് ആ വൈറ്റ് ഗ്രാനൈറ്റ്. വൈറ്റ് ഗ്രാനൈറ്റ് ഇത്രയും വൈറ്റ് ഗ്രാനൈറ്റ് കിട്ടത്തില്ല. പിന്നെ ഇതിപ്പോ നമ്മൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഇത് സ്റ്റെപ്പ്, അതിന്റെ റേസർ, സ്കേട്ടിങ് ഇതെല്ലാം നമുക്ക് ഒരു നല്ല രീതിയിൽ നമുക്ക് ഇതിനെ പോളിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് ഇട്ട ഒരേ ഫീൽ തന്നെ. പിന്നെ വേറെ 240 സെന്റിമീറ്റർ നീളമുണ്ട്, 80 സെന്റിമീറ്റർ വീതിയുണ്ട്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് മാക്സിമം നമുക്ക് ജോയിന്റ് അടുപ്പിച്ചിട്ട് കൊടുത്താൽ പോലും നമുക്ക് പ്രശ്നമില്ല. ഇപ്പൊ ടൈൽസിന് സ്പേസർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിന് സ്പേസർ യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ഇടാം. കാര്യം ഇതിന് സെന്റർ ബെൻഡ് വരില്ല. തിക്നെസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് ബെൻഡ് വരാത്തത്. നേരെ മറിച്ച് ടൈൽസ് ആണെങ്കിൽ നമുക്ക് 8x4 ഒരു ടൈലാണ് നമ്മൾ ഫ്ലോറിൽ ലേ ചെയ്യുന്നതെന്ന് വെച്ചാൽ, പക്ഷേ 9 mm തിക്നെസ് അതിന് കാണും. അതിന്റെ സെന്റർ എപ്പോഴും മുഴപ്പുണ്ടാവും. പക്ഷെ ഇത് ഒരിക്കലും അങ്ങനെ മുഴക്കല്ല. അത് കറക്റ്റ് ലെവലിൽ തന്നെ നമുക്ക് പേപ്പർ ജോയിന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു സിറ്റ് ഔട്ട് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. തീർച്ചയായിട്ടും ഉപയോഗിക്കാം. അതും ഈ ഗ്രാനൈറ്റിന് ഇനിയുള്ള കാലം, മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റേ മാറി നമ്മൾ പുതിയ കളേഴ്സിലോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് ആണ്. കാര്യം ഫുൾ ബോഡി മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. കാര്യം എഡ്ജ് കർവ് ചെയ്താലും അതേ ഒരു ഫിനിഷ് ആ എഡ്ജിനും കിട്ടുന്നുണ്ട്. അതാണ് അതിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള. വേറൊരു കാര്യമുണ്ട്, ഗ്രാനൈറ്റിലാണെങ്കിൽ പോലും ഗ്രാനൈറ്റിൽ എഡ്ജ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലപരിധി കഴിഞ്ഞാൽ ആ പോളിഷ് ചെയ്യുന്ന ഭാഗം നരച്ചു മാറും. ഇതിനകത്ത് ആ ഒരു ഫിനിഷ് വരാം. ഇത് നരപ്പ് ഇതിന് ഇല്ല. വിട്രോണൈറ്റിന് നരയ്ക്കുന്ന പരിപാടി ഇല്ല. അത് ആ ഒരു പേടി വേണ്ട. പിന്നെ കോസ്റ്റും കുറവാണ്. ഗ്രാനൈറ്റിന് ചെലവും കുറവാണ്. ഇത് ഇതിന്റെ സെയിം ലെവലിലെ ഗ്രാനൈറ്റിന്
ഇതിനെക്കാട്ടിലും 4-5 മടങ്ങ് കൂടുതൽ പ്രൈസ്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 30 സെന്റിമീറ്ററിലെ നമ്മുടെ സ്റ്റെപ്പുകളുള്ള ഇപ്പോഴുള്ള പുതിയ ട്രെൻഡുകളിൽ പുതിയ വീട് കണ്ടംപററി സ്റ്റൈൽ വീടുകൾ വെക്കുമ്പോൾ അവർ 45 സെന്റിമീറ്റർ സ്റ്റെപ്പിന്റെ വീതി ആക്കാറുണ്ട്. 40 തൊട്ട് 45 വരെ. അങ്ങനെ 40 തൊട്ട് 45 വരെ ആക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ വന്ന് കയറി നിന്നാൽ അയാൾ പെട്ടെന്ന് മറിഞ്ഞു പോകാനോ എടുക്കാനുള്ള ഒരു ഇതുമില്ല. ഇപ്പോഴത്തെ പുതിയ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ 45 ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു പീസിൽ നമുക്ക് 2 സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് ഇടും. നമുക്ക് ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ വേസ്റ്റേജ് കുറവാണ്. ഈ വേസ്റ്റേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ. ഈ ടൈല് ഇത് ടെറാസോ ഡാർഗറെ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ഓൾമോസ്റ്റ് ഫൈനൽ ചെയ്ത് അവർ ഇത് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് അവരുടെ പണിഞ്ഞേക്കുന്ന ടേബിള് മോഡുലാർ കിച്ചൺകാർ പണിഞ്ഞേക്കുന്ന 60 സെന്റിമീറ്ററേ ഉള്ളൂ. 60 പോലും ഇല്ല, 55 ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് പക്ഷേ 80 സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ ബാക്കി 20 സെന്റിമീറ്റർ 25 സെന്റിമീറ്റർ അവർക്ക് വേസ്റ്റ് ആണെന്നുള്ള ഒരു കസ്റ്റം. പക്ഷെ ഞാൻ കുറെ പറഞ്ഞു നോക്കി. പക്ഷെ അത് നമുക്ക് ഈ ബാലൻസ് വരുന്ന 20 സെന്റിമീറ്റർ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഈ പറഞ്ഞ 20 സെന്റിമീറ്ററിന് നമ്മുടെ ഇതിനൊരു എഡ്ജ് ബാൻഡിങ് വരും ഫ്രണ്ടിൽ. അതായത് ഡബിൾ ആക്കണം. ഡബിൾ ബാൻഡിങ്. ഈ 15 mm ഒരു പീസും കൂടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ ഈ ഡോർ ഒരാൾ കൈവച്ച് നോക്കിയാൽ ഇതിന്റെ ഫുള്ള് വരെ ഈ ഡബിൾ തിക്നെസ് ഫീൽ ചെയ്യണം. നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4 ഇഞ്ച് എങ്കിലും ഫീൽ ചെയ്യണം. അതെ. അപ്പൊ നമുക്കൊരു എന്ന് പറഞ്ഞാൽ ഒരു 8 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും ഈ സ്കെയില്. അപ്പൊ ഈ 20-നകത്ത് നമ്മളൊരു 8 സെന്റിമീറ്റർ അങ്ങ് വെട്ടി മാറ്റി ഏറ്റവും സ്കെയിലായിട്ട് അതേ വെട്ടി മാറ്റി ഇതിന്റെ എഡ്ജിലോട്ട് വെച്ച് ഒട്ടിക്കുകയാണ്. അടിയിൽ വെച്ച് ഒട്ടിക്കും. ഒട്ടിക്കുമ്പോൾ 2 ഗുണങ്ങളാണ്. ഈ നേരത്തെ ഞാൻ അവിടെ പറഞ്ഞ കണക്ക് ആ ബേസിന്റെ അവിടെ വരുന്ന ആ സ്കെയിൽ പീസിന് സ്ട്രെങ്ത് കിട്ടും ഫ്രണ്ടിൽ. കാര്യം ബാക്കിൽ നമുക്ക് വിഷയമില്ല. ബാക്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നമുക്ക് പെട്ടെന്ന് ലോഡ് ചെല്ലത്തില്ല. കാര്യം ഒരു പാത്രം വെച്ച് വെള്ളം എടുക്കുമ്പോഴൊക്കെ എല്ലാ ലോഡും താങ്ങുന്ന ഫ്രണ്ടിലാണ്. അപ്പൊ ഈ ഒരു രണ്ടാമൊരു ഡബിൾ ബാൻഡ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ബാൻഡ് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലുള്ള സ്കെയിലിനൊരു പ്രൊട്ടക്ഷൻ കിട്ടും. 1. 2 ബാക്കിയുള്ള ഈ 15 സെന്റിമീറ്റർ നമ്മളെ വിൻഡോ ഉണ്ട്. കിച്ചണുകൾക്കെല്ലാം ഒരു വിൻഡോ ഉണ്ടാവും. ആ വിൻഡോയുടെ സിൽ ആ ഏരിയയിൽ നമ്മളിത് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തു. കാര്യം ഇതൊരു യൂണിഫോം ആയിട്ട് തന്നെ കാണിക്കും. എന്ന് വെച്ചാൽ കിച്ചണിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിച്ചന്റെ സ്ലാബും വാളും അല്ലാണ്ട് മൂന്നാമതൊരു കളർ അവിടെ വരത്തില്ല. കാര്യം ഇത് തന്നെ ആയിരിക്കണം ആ സില്ലിലും വരണ്ട. കാര്യം അവിടെയും നമുക്ക് ഈ പറഞ്ഞ എഡ്ജ് ബാൻഡ് ചെയ്യാൻ പോകും. കാര്യം രണ്ടിന്റെയും തിക്നെസ് ഒരേ കണക്കിനെ കാണിക്കും. സത്യത്തിൽ ഇത് അങ്ങനെയാണ് ചെയ്യാൻ. ഈ 80 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇത് നോർമലി പറഞ്ഞില്ലേ നമുക്ക് 60 സെന്റിമീറ്റർ സ്ട്രക്ചർ ചെയ്യണം. പ്ലസ് അതിനകത്ത് 3/4 ഇഞ്ച് ഡോർ വരും. പ്ലസ് അത് കഴിഞ്ഞ 4 സെന്റിമീറ്റർ പ്രൊജക്ഷൻ വരും. ഇതെല്ലാം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു 15 സെന്റിമീറ്റർ ബാലൻസ് വരുന്നത്. ഈ ബാലൻസിനകത്ത് നിന്ന് നമ്മൾ 8 സെന്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്ത് സ്ട്രിപ്പ് എഡ്ജ് ബാൻഡ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വളരെ ചെറിയ സ്കെയിൽ മാത്രമേ കാണുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റേജ് ഇല്ല. യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അഥവാ എഡ്ജ് ബാൻഡിങ് വേണ്ട എന്ന് പറയുന്ന ഒരു കസ്റ്റമർ, കാര്യം മോഡലർ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു എഡ്ജ് ബാൻഡ് ചെയ്തൊരു കിച്ചണ് അതിന്റെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഭംഗി വരും. കാര്യം നമ്മൾ എഡ്ജ് ബാൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഡബിൾ ആക്കി ഡബിളിംഗ് ആക്കി എന്ന് പറയുന്നത് എഡ്ജിനെ ബാൻഡ് ചെയ്ത് നമ്മൾ 2 ആക്കുക എന്നുള്ളത്. അപ്പം ഇതിന്റെ തിക്നെസ് കൂടും. പ്ലസ് ഇതിന് 15 30 mm തിക്നെസ് ആവും. 3 സെന്റിമീറ്റർ തിക്നെസ്. അതെ, 3 സെന്റിമീറ്റർ മിനിമം തിക്നെസ് ആവും. അപ്പൊ ഇതേ തിക്നെസിന്റെ ഇതിന്റെ ബാക്ക് ബാലൻസ് സാധനമാണ് ഈ സില്ലിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. വിൻഡോയുടെ സില്ലുകൾക്ക് നമുക്ക് ഉപയോഗിക്കുന്നത്. അവിടെയും നമുക്ക് ഇതേ പറഞ്ഞ ബാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എഡ്ജ്. അപ്പം നമുക്ക് കാഴ്ച ഒരാളുടെ ഓപ്പൺ കിച്ചണിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. കാര്യം നമ്മളൊരു കിച്ചണിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിനെക്കാളും ഭംഗിയായിരിക്കും കിച്ചണിന്റെ ഒരു വാളും സ്ലാബും. കാര്യം മെയിൻ കിച്ചണുകളിൽ നമ്മൾ മിക്ക വീടുകളിലും ഇന്ന് നമ്മളിത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഈഞ്ഞുള്ള മെറ്റീരിയൽ. ഗ്രാനൈറ്റുകൾ ഒരു കാലഘട്ടം വരെ ഗ്രാനൈറ്റുകളായിരുന്നു. ബ്ലാക്ക് ഗ്രാനൈറ്റ് കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറി. നേരെ മറിച്ച് ഇപ്പൊ ടെറാസോ വൈറ്റ് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ, ഇപ്പൊ ഈ മെറ്റീരിയൽ വെച്ച് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നമുക്ക് കവർ ചെയ്തിരിക്കുന്ന വീഡിയോ. ആ വീഡിയോ നമുക്ക് കണ്ടു നോക്കണം. കാരണം അതിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഫിനിഷ് കാണും. കാര്യം നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ ആ കിച്ചൺ വാളിനകത്ത് വരുന്ന ഇന്റീരിയറിനകത്ത് വരുന്ന ലൈറ്റ്സുകൾ ഇതെല്ലാം നമുക്ക് ഇപ്പം നമ്മൾ ഇത് വൈറ്റ് ലൈറ്റ് ആണ്. ഈ വൈറ്റ് ലൈറ്റ് ആണ് ഇതിന് ഇത്ര ഇത് ഇടുക. പക്ഷെ നേരെ വാം ലൈറ്റുകൾ അതിന് വേറൊരു ഭംഗിയാണ്. അത് സംഭവം നമ്മൾ എത്ര നമ്മൾ പറഞ്ഞാലും മനസ്സിലല്ല. ഇതിപ്പം സജി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇപ്പോൾ വിട്രോണൈറ്റ് വെച്ചൊക്കെ ഈ വൈറ്റ് ടെറാസോ വൈറ്റ് വെച്ച് കിച്ചണൊക്കെ ചെയ്ത് അകത്ത് ഐലൻഡ് കിച്ചണൊക്കെ ചെയ്ത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇപ്പം അവർക്ക് വീട്ടുകാർക്ക് ഇപ്പം ലിവിംഗ് റൂമിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം കിച്ചണിനകത്ത് ഇരിക്കുന്നതാണ്. കാരണം ആവശ്യത്തിനുള്ള ചെയറും കാര്യങ്ങളും ഈ ഭംഗി വൈറ്റ് സ്ലാബും എല്ലാം കിടക്കുന്നു. അപ്പൊ ഈ ബ്ലാക്ക് ഗ്രാനൈറ്റ് മാറ്റി ഈ വൈറ്റ് സ്ലാബ് ഇടുന്നതുകൊണ്ട് അങ്ങനെ ഒരു എഫക്റ്റും കൂടെ വരുന്നുണ്ട്. ഇത് കാര്യം മിക്ക വീടുകളിലും ഇന്ന് ഫുഡ് ടേബിളും കൂടെ ചെയ്യും. ഇന്ന് കിച്ചൺ സ്ലാബ് വരും, ഐലൻഡ് വരും. ഈ കിച്ചണേയും ഡൈനിങ്ങിനും കൂടെ പാർട്ടീഷൻ ചെയ്യുന്ന ഒരു ഫുഡ് ടേബിൾ വരാറുണ്ട്. ഒരു പാർട്ടീഷൻ ടേബിൾ ആയിട്ട് അതിന് ബാർ ചെയർ ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ ഇത് നമ്മൾ ലിവിംഗിൽ നിന്ന് ഇപ്പൊ ഓപ്പൺ കിച്ചൺ ആയിട്ട് ലിവിംഗിൽ നിന്ന് കാണുന്ന ഒരു ഏരിയ തന്നെ ആയിരിക്കും ഈ കിച്ചൺ. അപ്പം ഇത് എല്ലാം നമ്മുടെ ഫുഡ് ടേബിള് പ്ലസ് നമ്മളുടെ ഈ ഐലൻഡ് കിച്ചൺ സ്ലാബ് ഇതിനോട് മാച്ച് ചെയ്തൊരു വാൾ ടൈലും വെച്ച് നമ്മളിത് കഴിഞ്ഞു കഴിഞ്ഞാൽ
വളരെ ക്ലാസ് ആയിട്ടൊരു വർക്കായിരിക്കും. ഓക്കെ. കാര്യം നമ്മളിനി എത്ര ഇതാക്കുക എന്ന് വെച്ചാൽ നമ്മളിനി വേറെ എന്തൊക്കെ ചിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാലും നമുക്ക് അത്രയും ഭംഗി അതിന് കിട്ടുക. അത് കിട്ടാൻ ക്ലാസ് ലുക്ക് തന്നെയാണ്. പക്ഷെ അത് ലിവിങ്ങിലിരിക്കുന്ന ഒരാൾക്ക് പോലും അതിനെ അത്രയും ഫീൽ ചെയ്യും. അത് ഇപ്പം കിച്ചണിനകത്ത് ഫോക്കസ് ചെയ്ത് ഇപ്പം എല്ലാവരും ഇപ്പം സത്യം പറഞ്ഞ കിച്ചൺസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് പാർട്ട് ഒരു വീടിന്റെ. കാരണം അതിനകത്ത് അത്രയും ഫോക്കസ് വരുന്നുണ്ട്. ലിവിംഗ് റൂമിന് ഈ മോഡുലാർ കിച്ചൺ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇന്ന് സ്ലാബ് വാർത്തുള്ള കിച്ചൺ വളരെ റെയർ ആണ്. പക്ഷെ ഈ മോഡുലാർ കിച്ചണിലോട്ട് പോകുമ്പോൾ ഇന്ന് ആൾക്കാർ പറഞ്ഞില്ലേ ഫുൾ ബോഡി വെച്ച് ചെയ്യണമെന്ന് നമ്മൾ പറയും. GVT കാണുന്ന ഈ വരയോ ഡിസൈൻസോ ആ ഒരു ഭംഗി ആ മേളിലെ പ്രതലത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഫുൾ ബോഡിയിൽ ചെയ്യുമ്പോൾ ഇതിന്റെ എഡ്ജുകൾ വരും. ആ എഡ്ജാണ് ഇതിന്റെ ഭംഗി കൂട്ടുന്നത്. അത് ഫുൾ ബോഡിയിലാണെങ്കിൽ മാത്രമേ ആ ഭംഗി നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. ആ ഒരു ക്ലാസ് ലുക്ക് നിലനിർത്തണമെങ്കിൽ ആ എഡ്ജ് അതേ മേളത്തെ പ്രതലം തന്നെ എഡ്ജിൽ വന്നെങ്കിൽ മാത്രമേ ആ ക്ലാസ് ലുക്ക് അതിന് ഫിൽ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ ഈ 60-നകത്ത് നിന്ന് നമുക്ക് 60 വെട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള 20-നകത്ത് നിന്ന് നമുക്ക് 8 സെന്റിമീറ്റർ നമുക്ക് എഡ്ജ് ബാൻഡ് ചെയ്യുകയും ചെയ്യാം. ബാക്ക് സില്ലിലൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അത് സില്ലിലേക്ക് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ മിക്ക വീടുകളിലും കാണും. മിക്ക എല്ലാ വീടുകളിലും നമുക്കത് കാണുന്ന കാര്യമാണ്. വിൻഡോസിൽ ശരിക്കും ഒരു 3-4 സെന്റിമീറ്റർ കാണത്തുള്ളൂ. നമുക്ക് ഈ 15 mm തിക്നെസിന്റെ പീസ് ആണെങ്കിൽ നമുക്ക് അതിനെ ഓരോ 1.5 സെന്റിമീറ്റർ വരെ അതിന്റെ ലിപ്പ് കൂട്ടാം. അപ്പൊ അത്രയും അവിടെ സ്റ്റോറേജ് സ്പേസ് അത്രയും കൂടുകയാണ്. അപ്പൊ അതൊരു വലിയ അതിന് വേസ്റ്റേജ്. കിച്ചൺ സ്ലാബിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ ഒരു സ്ലാബ് നോർമലി ഒരു ഗ്രാനൈറ്റ് സ്ലാബ് എടുക്കുകയാണ്. നമ്മൾ നോർമലി ഗ്രാനൈറ്റ് സ്ലാബ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 2 അടിയാണ് വീതി വേണ്ടെങ്കിൽ സ്ലാബ് ഒരിക്കലും 2 അടിയിൽ വരില്ല, 2 അടി വീതിയിൽ വരില്ല. അത് 2.25 ആ ഒരു റേഞ്ചിലോട്ടേ പോകും. അപ്പോഴും നമ്മളിത് വെട്ടിക്കളയുക ചെയ്യുന്നു. 15% വേസ്റ്റേജ് ആണ് ഞങ്ങൾ ഗ്രാനൈറ്റിനകത്ത് കൂട്ടുന്നത്. അപ്പൊ ആ വേസ്റ്റേജ് ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിനകത്ത് ഞാൻ പറയാം ഇപ്പൊ വലിയ ബേസിനുകളുണ്ട്. ഇപ്പൊ നമ്മൾ നോർമൽ 18-16 പറഞ്ഞ കണക്ക് തന്നെ വലിയ ബേസിനുകളുണ്ട്. ഈ വലിയ ബേസിൻ വെട്ടുന്ന ഈ ഒരു പോർഷന് കൗണ്ടറുകൾക്ക് ഉപയോഗിക്കും. ടോയ്ലറ്റുകളുടെ വാഷ് കൗണ്ടറുകൾക്ക് ഉപയോഗിക്കാം. കാര്യം അത് നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ കൗണ്ടറിന്റെ സൈസ് ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവർ അതനുസരിച്ച് അതിനെ കട്ട് ചെയ്ത് കറക്റ്റ് അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വാഷ് കൗണ്ടറുകൾ ടോയ്ലറ്റില്ല. അത് ടോയ്ലറ്റ് വാഷ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ 45 സെന്റിമീറ്റർ കാണുള്ളൂ. 45-50 സെന്റിമീറ്റർ നീളം 50 വീതി 45 കാണുള്ളൂ. അപ്പൊ ഈ സിങ്ക് വെട്ടുന്ന ആ പോർഷൻ നമ്മൾ അവിടോട്ട് ഉപയോഗിക്കാം. അപ്പോഴും നമുക്ക് വേസ്റ്റേജ് പോകുന്നില്ല. അത് അങ്ങനെ ഗുണങ്ങളുണ്ട്. വേസ്റ്റേജ് ആണെന്നുള്ള അത് വെറുതെ ഒരു നമ്മുടെ തെറ്റിദ്ധാരണയാണ്. വേസ്റ്റേജ് അല്ല, നമുക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഈ എപ്പിസോഡിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പം ഇതിനകത്ത് ഒരു ചെറിയൊരു അനൗൺസ്മെന്റ് കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ട്, കജാരിയ വിട്രോണൈറ്റിന്റെ ഭാഗത്തുനിന്ന്. അതും കൂടെ നമുക്ക് കാണിക്കാം. ഈ കാണുന്ന ടൈല് ഗാലക്സി സീരീസ്, ഇത് ഗാലക്സി ഗ്രേ, ഇത് ഗാലക്സി ക്രീമ, ഇത് ഗാലക്സി മഷ്റൂം, ഇത് ഗാലക്സി വൈറ്റ്. ഇത്രയും ഗാലക്സി സീരീസിലെ ഒരു 4 ഐറ്റത്തിനകത്ത് കജാരിയ അടുത്ത മാസം മുതൽ മാറ്റ് ഫിനിഷ് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനകത്ത് മാറ്റ് ഫിനിഷ്, അപ്പം സജി ഈ ഗ്രാനൈറ്റിന്റെ അതായത് ഈ ഗാലക്സി സീരീസ് ഇപ്പൊ ഇതേ മെറ്റീരിയൽ മാറ്റ് ഫിനിഷിൽ വന്ന അത് 8 അടി നീളം 80 സെന്റിമീറ്റർ വീതിയിൽ ഒരു മാറ്റ് ഫിനിഷ് വന്നു കഴിഞ്ഞാൽ എന്തുവാണ് അവിടെ എവിടെ അത് ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ അത് പ്രയോജനപ്പെടും? ഫ്രണ്ട് സ്റ്റെപ്പുകൾക്ക് ഉപയോഗിക്കാം. പ്ലസ് അതേപോലെ തന്നെ നമുക്ക് സ്റ്റെയർ കേസിന് ഉപയോഗിക്കാം. സ്റ്റെയർ കേസിന് ഉപയോഗിക്കാം. ഫ്രണ്ട് സ്റ്റെപ്പിന്റെ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ മഴവെള്ളം ചീതാനം അടിച്ച് മഴവെള്ളം വീഴുന്ന ഒരു സ്പേസ് ആയിരിക്കും. നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഗ്രാനൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റുകളായിരിക്കും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലെപ്പാട്ടോ ഫിനിഷുകളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഈ വെയിലടിച്ച് നരയ്ക്കും എന്നുള്ളൊരു ഫീല് നമ്മൾ പറഞ്ഞതിന് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ മാറ്റ് ഫിനിഷ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ചോയ്സ് അതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സ്ലിപ്പിംഗ് കുറഞ്ഞിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മഴ സമയങ്ങളിൽ നമ്മൾ ഇറങ്ങുന്ന ഒരു നമ്മൾ കയറി വരുന്ന ഇറങ്ങി പോകുന്ന ഒരു രീതിക്ക് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ മാറ്റ് ഫിനിഷ് ആയിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പൊ നമുക്ക് ഇതേ കളറിൽ നമുക്ക് കിട്ടുന്നു എന്ന് പറയുന്നതാണ് വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ കളേഴ്സ് നമുക്ക് നമുക്ക് സിറ്റ് ഔട്ട് ഗ്ലോസ് ഫിനിഷ് ഇത് തന്നെ ഗ്ലോസ് ഇട്ടുകൊണ്ട് വന്നിട്ട് നമുക്ക് സ്റ്റെപ്പ് മാത്രം മാറ്റിലോട്ട് മാറ്റാവുന്ന കാര്യങ്ങളെ ഓപ്ഷൻ കിട്ടും. വേണമെങ്കിൽ ഫുൾ സിറ്റ് ഔട്ട് തന്നെ മാറ്റ് ആക്കാം. സ്റ്റെപ്സ് നമുക്ക് 8 അടിയുടെ സ്റ്റെപ്പ്. അപ്പൊ മിക്ക സിറ്റ് ഔട്ടുകളും 8 അടി. ഇപ്പൊ 10 അടിയാണ് നമ്മുടെ സൈസിന്റെ ഒരു 10 അടി ഒരു സിറ്റ് ഔട്ട് ആണ് സൈസെങ്കിൽ നമ്മൾ ഈ 10 അടിയിൽ ഏറ്റവും സെന്റർ ആയിട്ട് ഈക്വൽ ആയിട്ട് കറക്റ്റ്. അപ്പോഴത്തേക്ക് ഇതിന്റെ വേറെ ജോയിന്റ് ഇല്ല, ഒറ്റ ജോയിന്റ് ഇങ്ങനെ മാത്രം ക്രോസിൽ ജോയിന്റ് മാത്രമേ കാണുള്ളൂ. മാക്സിമം വീഴ്ച ഒരു 6 അടിയൊക്കെ സിറ്റ് ഔട്ടുകൾക്ക് കാണുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു 2 പീസോ ഒക്കെ ഇട്ടാൽ നമുക്ക് ഏകദേശം 2 പീസോ 3 പീസോ ഒക്കെ ഇട്ടാൽ നമുക്ക് അതിനെ തീർക്കാൻ പറ്റും. അപ്പോൾ 8 അടി ആണെങ്കിലും അത്യാവശ്യം നമുക്ക് ഉടനെ തന്നെ ഇതിന് ഓണം കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇതിന്റെ മാറ്റ് ഫിനിഷ് പ്രതീക്ഷിക്കാം. അത് നമുക്ക് ഇനി ഉപയോഗിക്കാം. ഇതിന്റെ പീസുകളെയൊക്കെ നമുക്ക് അവിടെ ഈ സിറ്റ് ഔട്ടിൽ തന്നെ സ്കേറ്റിങ്ങിനായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. വേസ്റ്റേജും ഇല്ല.
വേസ്റ്റേജ്. അതാണ് എൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് സ്പേസർ യൂസ് ചെയ്യണ്ടാവും, ഒറ്റ സ്ലാബിന് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കും ഗ്രാനൈറ്റിൽ നിന്ന് മാറി വിട്രോണൈറ്റ് സ്ലാബ്സ് നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ 8 അടി 80 സെന്റിമീറ്റർ, അതിപ്പം കജാരി തന്നെ വേണമെന്നില്ല, എല്ലാ ബ്രാൻഡ്സിനും ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ഇത് ഉപയോഗിച്ചുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഗ്രാനൈറ്റ് നരയ്ക്കുന്ന പോലെ ഇത് നരയ്ക്കത്തില്ല, അബ്സല്യൂട്ട്ലി നരയ്ക്കത്തില്ല. കാരണം ഇപ്പോഴത്തെ നിലയിൽ ഗ്രാനൈറ്റ്സ് നല്ല ഗ്രാനൈറ്റിന് ഭയങ്കരമായിട്ട് അങ്ങ് റേറ്റ് കൂടി, കുറഞ്ഞ റേറ്റിന് കിട്ടുന്ന ഗ്രാനൈറ്റിന് തീരെ ക്വാളിറ്റി ഇല്ല. അപ്പോൾ ഒരു 200 രൂപ വരെയുള്ള ഗ്രാനൈറ്റ്സ് ഡെഫിനറ്റ്ലി നരയ്ക്കും, അതിനകത്ത് ഒരു സംശയമില്ല. നല്ല ഗ്രാനൈറ്റ് അതും നരയ്ക്കും, നരയ്ക്കാതിരിക്കത്തില്ല. പക്ഷെ കാണാൻ കൊള്ളാവുന്ന ലൈൻ പോളിഷ് ചെയ്ത ഗ്രാനൈറ്റ്സിന് 300 മുതൽ 700 രൂപയാണ് റേറ്റ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ്. ഇത്രയും അപ്പം അതിൻ്റെ ഒരു 1/4 റേറ്റിന് നമുക്കാണ് ഈ ഇത്രയും റിലയബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ കിട്ടുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗ്രാനൈറ്റിൽ ഈ പറഞ്ഞ കണക്ക് നല്ല ഹൈ ക്വാളിറ്റി, അബ്സല്യൂട്ട് ബ്ലാക്കിന് നല്ല ഹൈ ക്വാളിറ്റി ഇമ്പോർട്ടഡ് ഐറ്റം ഗ്രാനൈറ്റുകളുടെ സ്ലാബ് എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ സൈസ് വരില്ല. നമുക്കൊരു ചെറിയ സൈസ് സ്ലാബാണ് വേണ്ടെങ്കിൽ പോലും നമുക്ക് ആ സൈസിന് ഇത് കിട്ടില്ല. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10ക്ക് 5.4 10 അടി നീളം, 10 അടി നീളവും 5.4 അടി വീതിയാണ്. ഇതിനകത്ത് നമുക്കിവിടെ ആവശ്യം കഴിഞ്ഞാൽ ബാക്കി ലോസാ. അപ്പം അത് വെച്ച് എഫിഷ്യൻസി വൈസും, അതായത് വാല്യൂ ഫോർ മണി, എഫിഷ്യൻസി. നമ്മളിപ്പോ ഈ ഇത്രയും പണം ചെലവാക്കി വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് 100% യൂസേജ്, 100% ഇല്ലെങ്കിലും നമുക്കൊരു 95% യൂസേജാണ്. മറ്റേടത്ത് നമുക്കൊരു 75% യൂസേജേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് എപ്പോഴായാലും യൂസേജ് കൂടുതലാണ്. പിന്നെ ഒരു വ്യത്യസ്തം നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ കളേഴ്സ് ആണ്. അതായത് ഈ കളേഴ്സ് ഗ്രാനൈറ്റിൽ കിട്ടത്തില്ല. അപ്പൊ ഈ കളേഴ്സ് നമ്മുടെ ലാമിനേറ്റ്സുമായിട്ട് സിങ്ക് ചെയ്യും, നമ്മുടെ ഫ്ലോറുമായിട്ട് സിങ്ക് ചെയ്യും, എല്ലാ മെറ്റീരിയലുമായിട്ട് സിങ്ക് ചെയ്യുന്ന കളറാണ്. പക്ഷെ ഗ്രാനൈറ്റ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ബാക്കി എല്ലാ മെറ്റീരിയലിൽ നിന്നും എപ്പോഴും വ്യത്യസ്തമായി നിൽക്കും, ആ ഹാർമണി തെറ്റിക്കും. ബ്ലാക്ക് ഒഴിച്ച് ബാക്കിയല്ല. അതുകൊണ്ട് ഈ കളേഴ്സ്, പക്ഷെ എന്നാൽ നമുക്ക് ഗ്രേക്കകത്ത് തന്നെ ഇപ്പൊ ഈ ബോഡി തന്നെ 3 ഓപ്ഷൻ ഇരിപ്പുണ്ട്. ഇനി കൂടാതെ ഒരു പ്ലെയിൻ ഗ്രേ വേറെ ഉണ്ട് അപ്പുറത്ത്. പിന്നെ വൈറ്റിനകത്ത് 3 ഓപ്ഷൻ ഉണ്ട്, 4 ഒരു ഓഫ് വൈറ്റ് ഉണ്ട്. സോ നമുക്ക് വളരെ നേരിയ കളർ ഡിഫറൻസസ് ആയിട്ട് നമ്മുടെ ഇന്റീരിയറിന് മാച്ച് ചെയ്യുന്ന ഒരു നല്ലൊരു സ്ലാബ് നമുക്ക് ഉറപ്പായിട്ടും ഒരു ഡീലർഷിപ്പിൽ കിട്ടും. ഏറ്റവും ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് ടൈലുകളുടെ കളർ നോർമലി ഒരു ടൈലിന്റെ കളറിന് ബീജിലോട്ട് വരും, അതിനൊരു ഡാർക്ക് ആയിട്ട് വരും, അതിൽ നിന്ന് ഒരു വേറൊരു കളറിലോട്ട് വരും. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ടൈലുകളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് നല്ല ആവശ്യമുള്ള കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ഈ പറഞ്ഞ കൂടുതലും ഡിജിറ്റൽ വെട്രിഫൈഡുകൾ ഡിജിറ്റൽ ടൈലുകളിലൂടെ മാറി. അപ്പൊ ഡിജിറ്റൽ ആകുമ്പോൾ അതിന്റെ കുറെ കളേഴ്സ് ഉണ്ട്, കുറെ മാറ്റ് ഫിനിഷുകളുണ്ട്, കാർബൺ ടൈപ്പ് ടൈലുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അതിനെ കൂടെ നമുക്ക് കമ്പയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ആർട്ടിഫിഷ്യൽ അല്ല, വിട്രിഫൈഡ് സ്ലാബ്സ് ഒരു സമയത്ത് 300-350 രൂപ. അപ്പൊ ഭയങ്കര എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ആണ്, എല്ലാവർക്കും ഉള്ള അല്ല. ആ കാലമൊക്കെ പോയി. ഇപ്പം 200 രൂപയ്ക്ക് മേളിലോട്ടുള്ള 200 രൂപ പോലും വരാത്തതാണ് എല്ലാ സ്ലാബുകളും ഈ കളക്ഷനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ അത്രയും റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സെക്കൻഡ് റേറ്റ് ഗ്രാനൈറ്റിന്റെ റേറ്റിന് ഇപ്പം ടോപ്പ് ക്വാളിറ്റി വേൾഡ് ക്ലാസ് നമുക്ക് വിട്രോണൈറ്റ് സ്ലാബ്സ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പം ഇതുപോലത്തെ ഇനിയും നല്ല എഡ്യൂക്കേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ഇതുപോലത്തെ എന്തെങ്കിലും ടെക്നിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ്സിനകത്ത് നിങ്ങൾക്ക് അത് ചോദിക്കാം. നമ്മൾ വീണ്ടും കുറേ ക്വസ്റ്റ്യൻസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഒരു ദിവസം വീണ്ടും സജിയെ ക്ഷണിക്കും. ഇതിന്റെ എല്ലാത്തിനും മറുപടി അന്ന് സജിയുടെ ഇത് നമുക്ക് കിട്ടും. അപ്പോൾ സജി, വീണ്ടും ഒരു എപ്പിസോഡ് വന്നതിന് വളരെ നന്ദി. വീണ്ടും ഒരു എപ്പിസോഡിൽ കാണാം. ഓക്കെ.